എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് പാവയ്ക്ക. അപ്പോൾ പാവയ്ക്ക വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നല്ല കറി ഉണ്ടാക്കുന്നത് നോക്കാം. അധികം കയ്പൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാവയ്ക്ക വറുത്തരച്ച് വെച്ച കറി അല്ലെങ്കിൽ പാവയ്ക്ക തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ചെറിയ 2 പാവയ്ക്കാണ്. പാവയ്ക്ക ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പാവയ്ക്കയുടെ ഉള്ളിലുള്ള കുരു എടുക്കാൻ പാടില്ല. പാവയ്ക്കയുടെ ആ 2 അറ്റങ്ങൾ ഇതുപോലെ 2ആയി മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുരു ആദ്യം എടുത്ത് മാറ്റിയതിന് ശേഷം കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ചെറുതായി മുറിച്ചിട്ടുള്ള ഈ കഷ്ണങ്ങൾ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി പാവയ്ക്കയുടെ കയ്പ്പ് പോകാനുള്ള ഒരു സൂത്രമാണ്. പാവയ്ക്ക കയ്പ്പ് കുറയാൻ വേണ്ടി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കൊണ്ട് പാവയ്ക്കയിലേക്ക് ഉപ്പ് അലിഞ്ഞ് ഇറങ്ങുകയും ചെയ്യും. പാവയ്ക്കയിൽ നിന്നുള്ള കയ്പ്പ് രസം കുറച്ച് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മാറുകയും ചെയ്യും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം പാവയ്ക്ക വേവിക്കുന്ന സമയത്ത് വേണം ഇതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട്. പാവയ്ക്ക വേവിച്ചെടുക്കാനുള്ള കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ സൈസാണ്. ചെറിയ സൈസാണെങ്കിൽ ഒരു 10 വരെ എടുക്കാം. ചെറുതായി മുറിച്ചതിലേക്ക് ചേർക്കാം. ഒരു 4 മുതൽ 6 വരെ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് നെടുവേ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ആ ഒരു പുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളത്തിൽ വെച്ചിട്ട് പാവയ്ക്ക വേവിച്ചെടുക്കുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് രസം നന്നായി കുറഞ്ഞു കിട്ടും. ഇതിലേക്ക് ഒരു വലിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ ഒരു പാവയ്ക്കയും ഇൻഗ്രീഡിയൻസും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പാവയ്ക്ക ഉപ്പിൽ മുക്കി വെച്ചത് കൊണ്ട് തന്നെ പാവയ്ക്ക് അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും പാവയ്ക്ക നന്നായി വെന്ത് കിട്ടാനായിട്ട്. പാവയ്ക്ക വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങാരപ്പ് തയ്യാറാക്കാൻ തേങ്ങ വറുത്തെടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു മുറി തേങ്ങയുടെ പകുതി എടുക്കാം. നിങ്ങൾ പാവയ്ക്ക എടുക്കണ അനുസരിച്ച് എടുക്കുക. നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങയാണെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും. തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്ത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് അതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. തേങ്ങ നന്നായി വറുത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക.
തീ ഒന്ന് ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ഒരു പൊടികളുടെ പച്ചമണം എല്ലാം നന്നായി മാറി വരണം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയി വരും. വളരെ ചെറിയ തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റി വയ്ക്കുക. വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ മീഡിയം സൈസ് ജാറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. മിക്സിയിൽ നമ്മൾ ഇതുപോലുള്ള അരപ്പുകൾ അരയ്ക്കുമ്പോൾ ഒട്ടും ചൂടില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല തണുത്തതിന് ശേഷം മാത്രം ഇതിങ്ങനെ അരച്ചെടുക്കുക. അതല്ലെങ്കിൽ മിക്സിക്കും അത് കംപ്ലൈൻ്റ് ആണ്, അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പൊന്തി വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചും അതങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് എടുക്കണ്ട. ഈ ഒരു കറി കുറച്ച് ടൈറ്റായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സാധാരണ നമ്മൾ തീയലൊക്കെ വെക്കുന്ന പോലെ ഒരുപാട് ലൂസാക്കിയല്ല വെക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം പുളിയും ഉപ്പും മധുരം എല്ലാം കൂടി നന്നായി ഒന്ന് ബാലൻസ് ആയി കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് താളിച്ചൊഴിച്ചാൽ നല്ല കറി റെഡിയാണ്. താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു തട്ക പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. 2-3 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് 2-3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് കറിയിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അധികം കയ്പൊന്നും ഇല്ലാതെ നമ്മുടെ ചോറിന് കൂട്ടി കഴിക്കാനും അതുപോലെ ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി വറുത്തരച്ചൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം ഇരിക്കും. ഒരു പിറ്റേ ദിവസം വരെയൊക്കെ പുറത്തിരിക്കും. പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.